ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ കേട്ടതുപോലെ നാം ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത് വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ലോക സാഹചര്യത്തിൽ കൂടിയാണ്. ലോകരാഷ്ട്രങ്ങൾ വളരെ ഭീതിജനകമായ അനുഭവങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നാമും അങ്ങനെയുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ പ്രതിസന്ധികളുടെ കാഠിന്യം കൂടിയും കുറഞ്ഞുമൊക്കെയാണ് നാം അഭിമുഖീകരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ തിക്താനുഭവങ്ങൾ നാമും അനുഭവിക്കുന്നുണ്ട്, അറിഞ്ഞും അറിയാതെയും. എന്നാൽ നാം പാട്ടിൽ ഓർത്തതുപോലെ നമ്മുടെ ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവം സമ്മതിക്കാതെയല്ല. നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. നമുക്ക് ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം ശക്തരായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ സധൈര്യം മുൻപോട്ട് നോക്കിക്കൊണ്ട് കർത്താവുള്ള ആശ്രയത്തോടുകൂടെ ജീവിതം നയിക്കാനായിട്ട് ഇടയാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം. അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു, വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നതുകൊണ്ട് മതിൽ മുഴുവനും പാതിപ്പൊക്കം വരെ തീർന്നു. ഇവിടെ നാം വായിച്ചു, വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നത് കൊണ്ട് മതിൽ മുഴുവനും പാതിപ്പൊക്കം വരെ തീർന്നു. ഇംഗ്ലീഷിൽ നാം അത് വായിക്കുന്നത് ഇങ്ങനെയാണ്: പീപ്പിൾ വർക്ക് വിത്ത് ഓൾ ദ ഹാർട്ട്സ്. ആത്മാർത്ഥമായുള്ള പ്രവൃത്തി ദൈവജനത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ലഭ്യമായതുകൊണ്ട് പണി തീർക്കുവാനായിട്ട് ഇടയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഉത്സാഹമുണ്ടെങ്കിൽ പണി വേഗത്തിൽ തീരും. ഉത്സാഹമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കൂടുതൽ വേഗത്തിൽ തീരുവാനായിട്ട് ഇടയായിത്തീരും. യെരമ്യാ പ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടത്. ദൈവമക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ വളരെ ജാഗരൂകരായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. നാം ഇവിടെ വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായ നിലയിൽ ഇതിൻ്റെ പശ്ചാത്തലം അറിവുള്ളവരാണ്. നെഹമ്യാവ് യെരൂശലേമിൻ്റെ മതിൽ പണിക്ക് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ആ പണിയുടെ മുൻപാകെ താൻ വളരെയധികം പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത്. നമുക്കിതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇസ്രായേൽ ജനത്തിൻ്റെ ആ പ്രാരംഭം മുതൽ നാം ചിന്തിച്ചാൽ ഇസ്രായേലിലെ ന്യായാധിപന്മാരുണ്ടായിരുന്നു, അതിനുശേഷം രാജാക്കന്മാരുണ്ടായി. 3-ാമത്തെ രാജാവായിരിക്കുന്ന ശലോമോന്റെ കാലത്ത് ഏറ്റവും പ്രസിദ്ധനായ ഒരു രാജാവായിരുന്നു. എന്നാൽ ആരംഭം വളരെ നല്ലതായിരുന്നെങ്കിലും ശലോമോന്റെ ഭരണത്തിൻ്റെ അവസാനം വന്നപ്പോഴത്തേക്ക് അത് വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സംവിധാനത്തിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായി തന്നു. അതിനുശേഷം ശലോമോന്റെ കാലശേഷം ഇസ്രായേൽ ജനം രണ്ടായിട്ട് പിരിഞ്ഞു. ഒന്ന് ഇസ്രായേൽ എന്നും മറ്റൊന്ന് യഹൂദ എന്നും രണ്ടായിട്ട് പിരിഞ്ഞു. അതിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവര് വടക്കൻ രാജ്യമെന്നും മറ്റുവരെ തെക്കൻ രാജ്യമെന്നുമാണ് അറിയപ്പെടുന്നത്. വടക്കൻ രാജ്യത്തിൽ 10 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. 10 ഗോത്രങ്ങളെ അസീരിയയിലേക്ക് അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോയി. അതൊക്കെ നമുക്കറിയാം. അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അസീരിയയിൽ തന്നെ പിന്നീട് അവരുടെ കാലഘട്ടങ്ങൾ മുഴുവനും കഴിച്ചു കൂട്ടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ തെക്കൻ രാജ്യമായിരിക്കുന്ന യഹൂദ അവര് ബാബിലോണിലേക്കാണ് പോയത് പ്രവാസികളായിട്ട്. എന്നാൽ അവരവിടെ യഹൂദ എന്നുള്ള പേരിൽ തന്നെ നിലനിൽക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതിനുശേഷമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവരെ ബാബിലോണിൽ നിന്ന് 3 ഘട്ടമായിട്ടാണ് അവരെ ആ യെരൂശലേമിൽ പുനർവസിക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ പരിമിതികളൊക്കെ നീക്കി അവർക്ക് ആ ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ, ഒരു ജാതി എന്നുള്ള നിലയിൽ നിലനിൽക്കുവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കപ്പെട്ടത്. ഒന്നാമതായിട്ട് നമുക്കറിയാം, എസ്രായുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ BC 538 സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് അവിടെ നിന്ന് കടന്നു വരുന്നതായിട്ട് കാണുന്നു. താൻ അവിടെ വന്ന് ആലയം പണിതു. രണ്ടാമതായിട്ട് BC 458 എസ്രായുടെ നേതൃത്വത്തിൽ മറ്റൊരു ഗ്രൂപ്പ് കടന്നു വരുന്നു. അവര് ആ ജനത്തിന്റെ ആത്മീയ നിലവാരത്തിന്റെ ഉയർച്ചയിലേക്ക്, അവരെ ആത്മീയ നിലവാരത്തിലേക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് എസ്ര ഏറ്റെടുത്തത്. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് BC 444
നെഹമ്യാവിന്റെ നേതൃത്വത്തില് മൂന്നാമത്തെ ഗ്രൂപ്പ് കടന്നു വരുന്നു, അല്ലെങ്കിൽ നെഹമ്യാവ് കടന്നു വരുന്നു. അവിടെ ദൈവം നെഹമ്യാവിനെ ഒരു പ്രത്യേക ദൗത്യവുമായിട്ടാണ് അയക്കുന്നത്. നമുക്കറിയാം അതിന്റെ ആരംഭ ഭാഗത്ത് നെഹമ്യാവിന്റെ പുസ്തകം ആദ്യത്തെ ഭാഗത്തേക്ക് ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതും നെഹമ്യാവിന്റെ സാഹചര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. നെഹമ്യാവ് പേർഷ്യൻ രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു. മാത്രമല്ല ഈ യഹൂദാ ജനത്തിന്റെ യെരുശലേമിലുള്ള തന്റെ സഹോദരങ്ങളുടെ അവസ്ഥ കേട്ടിട്ട് അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്കത് മൂന്നാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ ശേഷിപ്പവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ചു ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വിവരം നെഹമ്യാവ് അറിഞ്ഞപ്പോൾ, തന്റെ ജനത്തിന്റെ പരിതാപകരമായ ദുഃഖകരമായ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ നെഹമ്യാവ് ചെയ്തത് എന്താണ്? 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. പറഞ്ഞു എന്തെന്നാൽ, താൻ കുറെ നാള് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ചുരുക്ക ദിവസങ്ങളൊന്നും അല്ല, ഏതാണ്ട് 4 മാസത്തോളം താൻ ഈ വിഷയം വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം നെഹമ്യാവിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം, അല്ലെങ്കിൽ വളരെ നല്ലൊരു മാതൃകയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. തന്റെ ജനത്തിന്റെ ഈ ദുഃഖകരമായ അവസ്ഥ താൻ കേട്ടപ്പോൾ എന്തായിരുന്നു എനിക്ക് നേരിട്ട് താൻ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിച്ചത്? താൻ കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. തന്റെ ജനത്തിന്റെ പരിതാപകരമായ അവസ്ഥ കേട്ടപ്പോൾ നെഹമ്യാവിന് ദുഃഖവും ഭാരവും വേദനയും ഒക്കെ വളരെ ശക്തമായ നിലയിൽ തന്നെ സ്വാധീനിച്ചു. അതുകൊണ്ട് താൻ കുറെ നാൾ ദുഃഖിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമക്കളെ, നമുക്ക് എത്രമാത്രം ആ നിലയിൽ ആത്മാർത്ഥതയോടുകൂടെ ദൈവമക്കൾക്ക് വേണ്ടി നമ്മുടെ ചുറ്റുമുള്ളവരുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആ പരിതാപകരമായ അവസ്ഥ, ആത്മീയമായ വളർച്ചയില്ലാത്ത അനുഭവം കാണുമ്പോൾ നമുക്ക് എത്രമാത്രം കരയുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് അത് സാധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ആത്മാർത്ഥമായ പ്രാർത്ഥന ഓരോ ദൈവത്തിൻ്റെയും ജീവിതത്തിൽ അത്യാവശ്യമായിരിക്കുന്ന ഒരു ഘടകമാണ്. നമ്മുടെ നിലനിൽപ്പെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് നമ്മെ നിലനിർത്തുന്നത്. ഈ നെഹമ്യാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നെഹമ്യാവ് തൻ്റെ വലിയ ഉത്തരവാദിത്വത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ ന്യായമായും എനിക്ക് അവിടെ അതേ പാനപാത്രവാഹകനായിട്ട് തുടരാമായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് തൻ്റെ ജനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് താൻ ബോധവാനായി. യാതൊരു അല്ലലും ഇല്ലാതെ, യാതൊരു അലച്ചിലും ഇല്ലാതെ ആ രാജകൊട്ടാരത്തിൽ തനിക്ക് വളരെ സുഖകരമായി ജീവിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ അവിടെ താൻ ചെയ്തത് തൻ്റെ ജനത്തിന്റെ അവസ്ഥ കേട്ടപ്പോൾ താൻ വളരെയധികം ദുഃഖിക്കുകയാണ്, ഭാരപ്പെടുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് താൻ ഇങ്ങനെ ഒരു സജ്ജീകരണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി തനിക്ക് വെളിപ്പെടുത്തി കിട്ടിയത്. ദൈവം അരുളി ചെയ്തതുപോലെ നെഹമ്യാവ് തന്റെ ജനത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, അല്ലെങ്കിൽ തന്റെ ജനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്യുവാനുള്ള സന്നദ്ധനായിട്ടാണ് താൻ അവിടെ നിന്ന് പുറപ്പെടുന്നത്. നെഹമ്യാവിനെ കുറിച്ച് വളരെ ചരിത്രപരമായിട്ടൊന്നും വളരെ വിശദമായിട്ടൊന്നും നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയില്ല. എന്നാൽ ഒരു കാര്യം മാത്രമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്: ഹഗല്യാവിന്റെ മകനായ നെഹമ്യാവിനെ കുറിച്ച് അത്ര മാത്രമേ അതിന്റെ പശ്ചാത്തലം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി തന്റെ ഉത്തരവാദിത്വങ്ങൾ എത്രയോ ഭംഗിയായ നിലയിൽ നിർവഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. താന് ഈ തന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. ആദ്യത്തെ 6 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യെരുശലേമിന് വേണ്ടി, അല്ലെങ്കിൽ യെരുശലേമിന്റെ മതിൽ പണിക്ക് വേണ്ടി നെഹമ്യാവ് എന്തെല്ലാം ചെയ്തു, അതിന്റെ പ്രാരംഭഘട്ടം, അതിന്റെ പ്രിലിമിനറി കാര്യങ്ങളൊക്കെ അതെങ്ങനെയാണ് താൻ നിർവഹിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ അത് പൂർത്തീകരണം വരെ എന്താണ് സംഭവിച്ചത്, എന്തെല്ലാം പ്രതികൂലങ്ങളിൽ കൂടെയാണ് നെഹമ്യാവ് കടന്നുപോയത് എന്നുള്ള വിഷയമാണ് ഈ പുസ്തകത്തിൽ ആദ്യത്തെ 6 അധ്യായങ്ങളിലായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പിന്നീടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ 7 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആ ജനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ സാമൂഹിക അന്തരീക്ഷം ഒന്ന് പരിപോഷിപ്പിക്കുവാനായിട്ട് തനിക്ക് എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമോ, അവിടുത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ആഭ്യന്തര, അല്ലെങ്കിൽ ആ ജനത്തിന്റെ മധ്യത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എന്തെല്ലാം പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയുമോ, ഏതെല്ലാം നിലയിൽ അത് നിർവഹിക്കുവാൻ കഴിയുമോ ആ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വത്തോടുകൂടെ നിർവഹിക്കുവാനായിട്ട് നെഹമ്യാവിന് സാധിച്ചു. ആ വിഷയങ്ങളാണ് അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം, അല്ലെങ്കിൽ യെരുശലേമിന്റെ മതിലുപണിയും അവിടുത്തെ ജനത്തിന്റെ
ആ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളൊക്കെയാണ് ഈ അധ്യായങ്ങളിൽ 1 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പം നെഹമ്യാവിനെ കുറിച്ച് നമുക്ക് എങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു? താൻ പ്രതികൂലങ്ങളെ മുൻപിൽ കണ്ടപ്പോൾ ഒന്നാമതായിട്ട് താൻ എടുത്തു വെച്ച സ്റ്റെപ്പ് എന്തായിരുന്നു? പ്രതികൂലങ്ങൾ തന്റെ മുമ്പിൽ കണ്ടപ്പോൾ താൻ ആദ്യമായിട്ട് എടുത്തു വെച്ച സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രാർത്ഥനയായിരുന്നു. മറ്റൊരു കാര്യത്തിലേക്കും ഇടപെടുന്നതിന് മുമ്പ് താൻ ആദ്യമായിട്ട് താൻ ചെയ്തത് പ്രാർത്ഥന. ഈ വിഷയങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകണം. തന്റെ ജനത്തിന്റെ അവസ്ഥ, ദുഃഖകരമായ അവസ്ഥ കേട്ടപ്പോൾ അതിനെക്കുറിച്ച് ദുഃഖിക്കുവാനും കരയുവാനും ദൈവത്തോട്, വലിയവനായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിട്ടോ. അങ്ങനെയാണ് 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. അതാണ്ട് 4 മാസക്കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം തനിക്ക് ലഭിച്ച പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് താൻ യെരുശലേമിലേക്ക് കടന്നു പോകുന്നു. മതിൽ പണിക്ക് നിയോഗിക്കപ്പെട്ടവനായിട്ട് താൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ നാം മാതൃകയാക്കേണ്ട ഒരു വിഷയമാണ്. പ്രാർത്ഥന എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം. അല്ലെങ്കിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളിലും അതിന് പരിഹാരം ലഭിക്കുവാനായിട്ട് പ്രാർത്ഥനയാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവസേനയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തരട്ടെ. നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് ഈ ഭാഗത്ത്, 4-ാം അധ്യായത്തിൽ നെഹമ്യാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ 4ഉം 5ഉം വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാൻ മുമ്പിൽ 4-ാം അധ്യായത്തിന്റെ 4ഉം 5ഉം വാക്യങ്ങൾ. ഈ വിഷയങ്ങളൊക്കെ നെഹമ്യാവ് മനസ്സിലാക്കി താൻ പരിഹാരത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തു. 3-ാം അധ്യായത്തിൽ അതാണ് താൻ ചെയ്ത കാര്യങ്ങളുടെ ഒരു ആകത്തുകയാണ് അവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ മതിൽ പണിക്ക് വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും നെഹമ്യാവ് ചെയ്തു. അവിടെ നമുക്കറിയാം വാതിലുകളുടെ പണി, എത്ര വാതിലുകളാണ് ഉള്ളത്? 10 വാതിലുകളും. ആ വാതിലുകളിലൊക്കെ പണിക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. ഓരോരുത്തരെ ആയിട്ട് അതിനുവേണ്ടി നിയോഗിച്ചു. അപ്പോൾ ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാം, പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായല്ലോ. ഓരോ ഉത്തരവാദിത്വങ്ങൾ എല്ലാവരെയും ഏൽപ്പിച്ചു. ആരെയും മാറ്റി നിർത്തിയില്ല. എല്ലാവർക്കും അവരുടേതായ ഉത്തരവാദിത്വങ്ങൾ നൽകി നെഹമ്യാവ് പണി പൂർത്തീകരിക്കുവാനായിട്ട് തീരുമാനിച്ചു. ദൈവമക്കളെ, ഓരോരുത്തർക്കും അവരുടേതായ പല ഉത്തരവാദിത്വങ്ങളുണ്ട് അല്ലേ? സഭയിലാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ ഓരോരുത്തരെയായിട്ട് ഏൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോരുത്തർക്കായിട്ട് വിധിച്ചു കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കപ്പെടുവാനായിട്ട് മുഖാന്തരമായി തീരും. നെഹമ്യാവ് ചെയ്തത് അതാണ്, എല്ലാവരെയും ഏൽപ്പിച്ചു. എന്നാൽ അതോടുകൂടി പണിയൊക്കെ ആരംഭിച്ചു. തുടർന്നുള്ള കാലഘട്ടങ്ങൾ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രതിസന്ധികൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോഴാണ് ഇതുവരെ ഒരു പ്രശ്നവുമില്ലായിരുന്നു യെരുശലേമില്. മതിൽ പണിയാതെ ഇടിഞ്ഞു കിടന്നപ്പോൾ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. ഇപ്പോൾ മതിൽ പണി എല്ലാം ഭംഗിയായ നിലയിൽ ഇത് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പോടുകൂടി നെഹമ്യാവ് എത്തി ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തപ്പോൾ പ്രതിസന്ധികൾ വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതാണ് 4-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ആദ്യത്തെ 3 വാക്യങ്ങളിലായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ പലരും പ്രതിസന്ധികളുമായിട്ട് കടന്നു വരികയാണ്. ഞാൻ ഇന്നലെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ഇതിനകത്ത് ഈ പ്രതിസന്ധികൾക്ക് കാരണക്കാരാര്? ഞാനിങ്ങനെ ചിന്തിച്ചു. പലരുണ്ട്, എന്നാൽ വ്യക്തിപരമായിട്ട് പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന 3-4 പേരെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഒന്ന്, ഈ പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിന്നത് സൻബല്ലത്ത്, രണ്ടാമത് തോബിയാവ്, മൂന്നാമത് ഗേശേം, നാലാമത് ഒരു സഹോദരി ഉണ്ട് അതിനകത്ത്, നാലാമത്തത് നൊവാദ്യ പ്രവാചകൻ. ഇവർ 4 പേരാണ് ഈ പ്രതിസന്ധികൾക്ക് മുന്നിൽ നിന്ന വ്യക്തികൾ. സൻബല്ലത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം രഹസ്യ ശത്രു എന്നാണ്. എന്നാൽ സൻബല്ലത്തിനെ കുറിച്ച് ഈ വാക്കുകളിലൊക്കെ ഓർപ്പിക്കുന്ന ഒരു പ്രത്യേകത, അവന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറയുമ്പോൾ അവൻ നിന്ദിക്കുന്ന സ്വഭാവമുള്ളവനായിരുന്നു. സൻബല്ലത്ത് മറ്റുള്ളവരെ നിന്ദിക്കുന്ന ഒരു സ്വഭാവം, അത് നമുക്കും ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് അല്ലേ? രണ്ടാമത് തോബിയാവിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ തോബിയാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം യഹോവ നല്ലവനാണ്. യഹോവ നല്ലവൻ, ആർക്കും യാതൊരു സംശയമില്ല. തോബിയാവിന് ഒട്ടും സംശയമില്ല. എന്നാൽ തോബിയാവിന്റെ സ്വഭാവം എന്തായിരുന്നു? ഇവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചപ്പോൾ തോബിയാവ് ആ യഹൂദ ജനത്തെ പരിഹസിക്കുന്ന സ്വഭാവമായിരുന്നു അവനുണ്ടായിരുന്നു. പരിഹാസം. ദൈവമക്കളെ, നമ്മുടെ മധ്യത്തിലും പല നിലയിലുള്ള പ്രതിസന്ധികൾ ഈ നിലയിൽ ഉണ്ടാകാം. സന്തോഷകരമായി മുൻപോട്ട് പോകുന്നതിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഞാനിവിടെ ഓർപ്പിക്കുന്നത്. മൂന്നാമതായി നമുക്ക് ഗേശേമിനെ കുറിച്ച് കാണുന്നു. ഗേശേം എന്നുള്ള വാക്കിന്റെ അർത്ഥം ദൈവിക കരുതൽ എന്നാണ്. ദൈവത്തിന്റെ കരുതൽ.
ഈ ദൈവീകരുതൽ യഥാർത്ഥത്തിൽ ഈ മതിൽ പണിയുള്ള ബന്ധത്തിൽ ഉപയോഗിക്കപ്പെടേണ്ടതിന് പകരം യേശേമിന്റെ സ്വഭാവം എന്തായിരുന്നു? യേശേം വായാടിയായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തിക്കൊണ്ട് നടക്കുവാനായിട്ട് ഇടയായിട്ട്, ദൈവ വഴികളിൽ നടക്കേണ്ടവർ, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടേണ്ടവർ ദൈവത്തിന് വിരോധമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിട്ട്. നാലാമത് നൊവാദ്യ. നൊവാദ്യയെക്കുറിച്ച് ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത്? നൊവാദ്യ ഒരു പ്രവാചകയാണ്. 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. നൊവാദ്യയെ പോലെ മറ്റു പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ പ്രവാചകന്മാർക്ക് അല്ലെങ്കിൽ ഇവർക്ക് കൊടുത്തിരിക്കുന്ന മറ്റൊരു വിശേഷണം, അവരെക്കുറിച്ച് പറയുന്നത് ഭയങ്കരന്മാരായിരുന്നു പ്രവാചകന്മാർ. പിന്നെ ഈ നൊവാദ്യ ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത്? ഭയങ്കരിയായ ഒരു പ്രവാചകി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ നിലയിൽ ഈ മതിൽ പണിക്ക് അല്ലെങ്കിൽ ഇവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന 4 വ്യക്തികളെയാണ് ഞാനിവിടെ ഓർപ്പിച്ചത്. അവരുടെ പ്രത്യേകതകൾ എന്തായിരുന്നു? ഒരാള് നിന്ദിക്കുന്നവരായിരുന്നു, മറ്റൊരാൾ പരിഹസിക്കുന്നവരായിരുന്നു, മറ്റൊരാൾ വായാടിത്തരം പറയുന്നവരായിരുന്നു, മറ്റൊരാള് ഭയങ്കരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും. ആ നിലയിലുള്ള സ്വഭാവ പ്രകൃതിയോടുകൂടെയാണ് അവര് ഈ പ്രവർത്തികളെ അഭിമുഖീകരിച്ചത്, അല്ലെങ്കിൽ ഈ പ്രവർത്തികൾ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി. ദൈവമക്കളെ, ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് മറ്റുള്ളവരെ നിന്ദിക്കുവാനോ മറ്റുള്ളവരെ വിധിക്കുവാനോ ഒന്നും നമുക്ക് അവകാശമില്ല. കഴിഞ്ഞ ദിവസം ബാബുച്ചാൻ ഓർപ്പിക്കുകയുണ്ടായി. ദൈവമക്കളായിരിക്കും നമുക്ക് ദൈവമക്കളെ വിധിക്കുവാനുള്ള യാതൊരു അവകാശവുമില്ല. അത് നമ്മെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. പ്രതികാരം ആർക്കുള്ളതാണ്? പ്രതികാരം യഹോവയ്ക്കുള്ളതാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് മറ്റുള്ളവരെ ഈ നിലയിൽ ഇങ്ങനെയുള്ളവരോട് പ്രതികരിക്കുവാൻ നമുക്ക് യാതൊരു നിലയിലുള്ള അവകാശവുമില്ല എന്നുള്ളത് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ ആ നിലയിൽ ആത്മീയമായ നിലവാരത്തിൽ തന്നെ വിനിയോഗിക്കുവാൻ, പ്രയോജനപ്പെടുത്തുവാനായിട്ട് വരുന്ന ദിവസമുള്ള ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ഇവിടെ സൻബല്ലത്തിന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ് നമ്മൾ ഓർക്കുവാനായിട്ട് തുടങ്ങിയത്. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ. പ്രതിസന്ധികളുടെ മധ്യത്തിൽ നെഹമ്യാവ് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ, ഞങ്ങൾ നിന്ദിതന്മാരായിരിക്കുന്നു. അവരുടെ നിന്നെ അവരുടെ സ്വന്തം തലയിലേക്ക് തിരിച്ച് പ്രവാസദേശത്തിൽ അവരെ കവർച്ചയ്ക്ക് ഏൽപ്പിക്കണമേ. പണിയുന്നവർ കേൾക്കെ അവർ നിന്നെ കോർപ്പിച്ചിരിക്കാൻ അവരുടെ അകൃത്യം മറക്കരുതേ. അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകുകയും വരുത്. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നെഹമ്യാവ് ഒരു നല്ല മാതൃകയാണ്. നെഹമ്യാവ് ന്യായമായിട്ട് പറഞ്ഞാൽ നെഹമ്യാവിന് വേണമെങ്കിൽ പകരത്തിന് പകരമൊക്കെ ചെയ്യാൻ ഉള്ള സാധ്യതകളുണ്ട്, ശക്തിബലമുണ്ട്, ഇതൊക്കെ ഉണ്ട്, ആൾബലമുണ്ട്. എങ്കിലും നെഹമ്യാവ് അതിന് തുനിയാതെ പരിഹരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ എല്ലാ വിഷയങ്ങളും ഏർപ്പിക്കുകയാണ്. പ്രതികാരം ദൈവം തന്നെ നടത്തുവാനായിട്ട് നെഹമ്യാവ് ആ പ്രാർത്ഥനയിൽ ഓർപ്പിക്കുന്നു. എന്താണ്? അവരെ കവർച്ചയ്ക്ക് ഏൽപ്പിക്കണമേ. 5-ാം വാക്യത്തില് പണിയുന്നവർ കേൾക്കെ അവർ നിന്നെ കോപിപ്പിച്ചിരിക്കാൻ അവരുടെ അകൃത്യം മറക്കരുതേ. അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകരുത്. എല്ലാ വിഷയങ്ങളും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നെഹമ്യാവ്. പ്രതിസന്ധികൾ വരുമ്പോൾ ആ നിലയിൽ നമുക്കും പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാക്കട്ടെ. നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരം നമ്മുടെ കർത്താവാണ്. കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ, കർത്താവിന്റെ വഴികളിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം തരുന്ന കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ ആശ്രയിക്കുവാനായിട്ട് വരുന്ന ദിവസമുള്ള ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ഈ സൻബല്ലത്തും ഒക്കെ ആർക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്? നെഹമ്യാവിനെതിരായിട്ടല്ല. യഥാർത്ഥത്തില് ജീവനുള്ള ദൈവത്തോടാണ് അവരെ പ്രതികരിക്കുന്നത്. പ്രതികൂലമായിട്ട് ഏർപ്പെടുന്നത് ദൈവത്തോടാണ്. രണ്ടാമത് നമുക്ക് ആ വാക്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന മറ്റൊരു വിഷയം, ദൈവമാണ് ഇവർക്കെതിരായിട്ട്, ശത്രുക്കൾക്കെതിരായിട്ട് ന്യായവിധി നടത്തുന്നത്. അതും നെഹമ്യാവ് അവിടെ തന്റെ പ്രാർത്ഥനയിലൂടെ അംഗീകരിക്കുകയാണ്. മാത്രമല്ല, അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തങ്ങൾ ഇന്നും നിറവേറ്റപ്പെടുവാനായിട്ട് ശേഷിച്ചിരിക്കുകയാണ്. അബ്രഹാമിനോട് പറയുന്നതോട് ഞാൻ നിന്റെ സന്തതിക്ക് ദേശം നൽകുമെന്ന് പറഞ്ഞ് അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. സമയക്കുറവുകൊണ്ട് ഞാൻ എടുത്ത് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം ഇന്നും നിലനിൽക്കുകയാണ്. അത് നെഹമ്യാവിനറിയാം. അതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തന്റെ പണി തുടരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, എല്ലാ പ്രതിസന്ധികളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളുടെ മധ്യത്തില് പ്രതികാരം ചെയ്യുവാനായിട്ട് ആ കാര്യങ്ങളൊക്കെ ദൈവത്തെ ഏൽപ്പിക്കുകയാണ് നെഹമ്യാവ്. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയിൽ ഇത് നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധികളും ദൈവം സമ്മതിച്ചിട്ടല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുകയില്ല. ദൈവകരങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം. പ്രതികാരം യഹോവയ്ക്കുള്ളത്, അവൻ പകരം നൽകും എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. ദൈവമക്കളായ നമുക്ക് ആ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് ഇടയായിത്തട്ടെ. 4-ാം അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ
അവിടെ സൻബല്ലത്തിന്റെ ഒരു വലിയ പ്രതിസന്ധി, അല്ലെങ്കിൽ സൻബല്ലത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. യെരുശലേമിന്റെ 7-ാം വാക്യത്തിൽ നാം അതാണ് വായിക്കുന്നത്. യെരുശലേമിന്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൽബല്ലത്തും തോബിയാവും അരാബ്യരും അമ്മോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. യെരുശലേമിന്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യുന്നതിന്, അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെ ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവിടെ നിമിത്തം രാവും പകലും കാവൽക്കാരെയാക്കേണ്ടി വന്നു. സൻബല്ലത്തിന്റെ പ്രതിസന്ധി, അല്ലെങ്കിൽ സൻബല്ലത്തുണ്ടാക്കിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുവാനായിട്ട് നെഹമ്യാവ് തയ്യാറാകുകയാണ്. ദൈവസന്നിധിയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്റെ ഉത്തരവാദിത്വങ്ങൾ മുൻപോട്ട് നിർവഹിച്ചുകൊണ്ട് പോവുകയാണ്. നെഹമ്യാവ് നമുക്ക് എത്രയും മാതൃകയുള്ള ഒരു വ്യക്തിയാണ്. താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിൽ ഏറ്റവും ഉന്നതമായ നിലയിൽ താൻ പ്രവർത്തിച്ചു. മാത്രമല്ല, ആ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ആ തീരുമാനങ്ങളിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യമാണ് അവൻ മുന്നിൽ കണ്ടത്. തന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകാൻ ദൈവത്തിന്റെ കരുതൽ ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും മാനുഷികമായ നിലയിൽ താൻ എടുക്കേണ്ട ജാഗ്രത ആ നിലയിൽ എടുക്കുകയും ചെയ്തു. അപ്പം ദൈവത്തിന്റെ പ്രവൃത്തി ചിലപ്പോൾ പ്രതിസന്ധികൾ നിറഞ്ഞ പ്രവർത്തികളായിരിക്കാം, പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. അവിടെയൊക്കെ നാം ദൈവസന്നിധിയിൽ പൂർണ്ണമായി ആശ്രയിക്കുക എന്നുള്ളതാണ് ഏക പോംവഴി. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം. അവിടെയൊക്കെ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവകരങ്ങളിൽ ആശ്രയിക്കാം. ദൈവത്തിന്റെ ശക്തി നാം ലേഖനത്തിൽ പറയുന്നത് അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്ന പൗലോസ് പറയാണ്, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ദൈവമക്കളെ, നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. നാം ഇന്ന് പ്രഭാതത്തിലും അത് ഓർക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. നമ്മുടെ ദൈവം ഈ സകലത്തെയും സൃഷ്ടിച്ച സകലത്തിന്റെ സൃഷ്ടാവാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്. അവനെത്ര ഉന്നതനാണ്. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. നമ്മൾ അശക്തരാണ്. അത്ര വലിയവനായ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുൻപോട്ട് പോകാനായിട്ട് ഇടയായി തരട്ടെ. എന്നാൽ അതുപോലെ തന്നെ തുടർന്നുള്ള ഭാഗങ്ങളിൽ 4-ാം അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടിയാണ് നെഹമ്യാവ് തന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുന്നത്. പ്രതിസന്ധികളുടെ മധ്യത്തിൽ വളരെ ജാഗ്രതയുള്ളവനാണ്. പിശാച് വളരെ തന്ത്രശാലിയാണ്. എന്നാൽ അതിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ വളരെ ജാഗ്രത ആവശ്യമാണ്. ഏത് കാലഘട്ടത്തിലും പിശാച് തന്റെ തന്ത്രങ്ങളുമായിട്ട് ദൈവമക്കളെ സമീപിക്കാറുണ്ട്. അല്ലെങ്കിൽ ദൈവമക്കളെ പരാജയപ്പെടുത്തുവാനായിട്ട് പിശാച് ശ്രമിക്കാറുണ്ട്. അവിടെയൊക്കെയും ആ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് നാം ദൈവകരങ്ങളിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാനായിട്ട് ഇടയായി തരണം. ഈ പ്രതിസന്ധികളെ നാം വായിക്കുമ്പോൾ വളരെ കാഠിന്യമേറിയ പ്രതിസന്ധികളാണ്. സാധാരണ നിലയിൽ പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത പ്രതിസന്ധികളാണ്. ഒന്ന് നെഹമ്യാവ് അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ ഓർത്തതുപോലെ സൻബല്ലത്ത്, തോബിയാവ് അവരുടെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ അവരുണ്ടാക്കിയ പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച് അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച് നെഹമ്യാവിന് മുൻപോട്ട് പോകാനായിട്ട് ഇടയായി തീർന്നത് ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ആശ്രയിച്ച് മുഖാന്തരമാണ്. മറ്റൊരു വിഷയം നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത് അവിടുത്തെ പ്രതിസന്ധി ഇതുവരെ പുറമേയുള്ള പ്രതിസന്ധി ആയിരുന്നു നെഹമ്യാവ് അഭിമുഖീകരിക്കേണ്ടി വന്നത്. സൻബല്ലത്ത്, തോബിയാവ്, അമ്മോന്യര് അവരുടെയൊക്കെ പ്രതിസന്ധികൾ, അവരിൽ നിന്നുള്ള പ്രതികൂല സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നത് 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു പ്രതിസന്ധിയാണ്. അത് അവരുടെ ഇടയിൽ തന്നെയുള്ള പ്രതിസന്ധി. വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ? നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാണ്: ജനവും അവരുടെ ഭാര്യമാരും യഹൂദന്മാരായ തങ്ങളുടെ സഹോദരന്മാരുടെ നേരെ വലിയ നിലവിളി കൂട്ടി. അതിന്റെ സാഹചര്യങ്ങളും കാരണമൊക്കെ നമുക്കറിയാം, എല്ലാം വായിക്കുവാനായിട്ട് സമയമില്ല. ആ ജനത്തിന്റെ മധ്യത്തില് ചില നേതൃത്വത്തിൽ ഇരിക്കുന്നവര് ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ നാം വായിക്കുന്ന അങ്ങനെയാണ്: അവർക്ക് ആഹാരത്തിന്റെ പരിമിതികൾ, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക പരിമിതികൾ, അതൊക്കെ അവരെ ഒരു നിലയിൽ മറ്റൊരു നിലയിൽ വ്യത്യസ്ത തലങ്ങളിൽ അവരെ സ്വാധീനിച്ചു. അവർക്ക് ആഹാരത്തിന്റെ കുറവുകളുണ്ടായി, അവർക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്നാൽ അവരെ ഞെരുക്കിക്കൊണ്ട് പ്രമാണിമാരായ ആളുകൾ അവരുടെ സമ്പത്ത് പൂർണ്ണമായിട്ട് അപഹരിക്കുവാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് ഈ കാര്യങ്ങളിൽ നെഹമ്യാവ് ഏർപ്പെടുന്നതായിട്ട് നാം അവിടെ കാണുന്നു. ഒന്ന്, ആഹാര പ്രശ്നം, അത് അവിടെ പരിഹരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്, അനേകര് മറ്റുള്ളവരിൽ നിന്ന്, നേതൃത്വത്തിലുള്ളവരിൽ നിന്ന്, പ്രമാണിമാരിൽ നിന്ന് പണം കടമാക്കി, മാത്രമല്ല അവർ വലിയ പലിശ ഈടാക്കി
അതുകൊണ്ട് അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു. നെഹമ്യാവ് ആ വിഷയത്തില് വളരെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ഇടയായിരുന്നു. ഈ സമൂഹത്തിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അതും പരിഹരിക്കപ്പെടേണ്ടതാണ്. അതിന് നെഹമ്യാവ് വളരെ വ്യക്തമായ ധാരണയോടുകൂടെ ആ തീരുമാനങ്ങൾ അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ അതിന് പരിഹാരമായിട്ട് നെഹമ്യാവ് എടുത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നെഹമ്യാവ് സ്വീകരിച്ച മനോഭാവം എന്താണ്? ഒന്നാമത് ദൈവത്തിന്റെ വചനം അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവവചനം അവരെ കുറിച്ച് എന്താണ് പറയുന്നത്, ഈ വിഷയങ്ങൾ സംബന്ധിച്ച് ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ട്. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്ന 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ചെയ്യുന്ന കാര്യം നന്നല്ല. നമ്മുടെ ശത്രുക്കളായ ജാതികളുടെ നിന്നെ ഓർത്തിട്ടെങ്കിലും നിങ്ങൾ നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ട് നടക്കേണ്ടതല്ലേ. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് നെഹമ്യാവിനോടുള്ള ബന്ധത്തിൽ താൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇപ്പം ദൈവത്തെ ഭയമില്ലാത്തൊരു കാലഘട്ടം, അല്ലെങ്കിൽ സമൂഹം ദൈവത്തെ ഭയപ്പെടുന്നില്ല. അതുകൊണ്ടുണ്ടായ തിക്ത അനുഭവങ്ങളാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവരെ ബോധ്യപ്പെടുത്തിയാണ് ദൈവത്തെ ഭയപ്പെടണം. ദൈവവചനം വളരെ വ്യക്തമായ നിലയിൽ ദൈവത്തിന്റെ ആലോചനകൾ അവരെ ബോധ്യപ്പെടുത്തുവാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് നെഹമ്യാവിന് സാധിച്ചു. അതിനെന്താണ്, എങ്ങനെയാണ് പരിഹാരം ഉണ്ടായത്? അതിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ 12-ാം വാക്യത്തില് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അതിനവർ ഞങ്ങളവ മടക്കി കൊടുക്കുക. അവരുടെ സമ്പത്ത്, അവരപഹരിച്ചിട്ടുള്ള സ്വത്തുക്കള്, സ്ഥലം, ഇതൊക്കെ മടക്കി കൊടുക്കാമെന്ന് അവർ തീരുമാനിച്ചു. ഇനി അവരോടൊന്നും ചോദിക്കുകയുമില്ല, നീ പറയും പോലെ തന്നെ ഞങ്ങൾ ചെയ്യും. അപ്പം ദൈവത്തിന്റെ ആലോചന അവരെ ബോധ്യപ്പെടുത്തുകയും അവർ അത് അംഗീകരിക്കുവാൻ, പൂർണ്ണമായി അനുസരിക്കുവാൻ, ആ ദൈവത്തിന്റെ കൽപ്പനകൾ അംഗീകരിക്കുവാൻ അവര് പൂർണ്ണ മനസ്സോടെ തയ്യാറാവുകയും ചെയ്യും. 13-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സർവസഭയും ആമേൻ എന്ന് പറഞ്ഞു യഹോവയെ സ്തുതിച്ചു. ജനം ഈ വാഗ്ദാന പ്രകാരം പ്രവർത്തിച്ചു. അപ്പം പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുവാനായിട്ട് ആ യഹൂദ ജനം തയ്യാറായി. അവർ ആമേൻ പറഞ്ഞു. നെഹമ്യാവ് പറഞ്ഞ സകല കാര്യങ്ങൾക്കും ദൈവവചനത്തിന്റെ മുൻപാകെ ആമേൻ പറഞ്ഞു. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് അവർ പൂർണ്ണമായിട്ട് അത് അംഗീകരിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ദൈവമക്കളെ, ദൈവത്തെ അനുസരിക്കുന്നത് അനുഗ്രഹത്തിന് കാരണം, ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നതോ ന്യായവിധിക്കും കാരണമായി തീരും. നമുക്ക് ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിലാണെന്ന് അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 26-ാം അധ്യായത്തില് 64 വാക്യങ്ങളാണെന്ന് തോന്നി. അതിനകത്ത് ആദ്യത്തെ 14 വാക്യങ്ങളിലും ദൈവത്തെ സ്നേഹിക്കുന്നവരെ, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരുള്ള ബന്ധത്തിലാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. അവിടെ പറയുന്നത് അങ്ങനെയുള്ളവരെ എന്താക്കി തീർക്കും? ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരെ, ദൈവത്തിന്റെ ആലോചനകൾ നിരസിക്കാതെ അത് പൂർണ്ണമായി അംഗീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന നന്മകളെ കുറിച്ച് അവിടെ പറയുന്നത്, ഞാൻ അവരെ വാലല്ല തലയാക്കി. എന്നാൽ ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിടെ തലമുറകൾ പോലും ഇല്ലാതെയായി തീരും. അങ്ങനെ വേണ്ട ദീർഘകാര്യങ്ങൾ, വളരെ നീണ്ട ഒരു ലിസ്റ്റ് തന്നെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവമക്കളെ, ദൈവത്തെ മാനിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ ഇടയായി തീർന്നാൽ അത് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. അങ്ങനെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നെഹമ്യാവ് തന്റെ ജനത്തിന്റെ മധ്യത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി. പുറമേയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. തീർന്നിട്ടില്ല, പ്രതിസന്ധികൾ തുടർന്നാനുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സമൂഹത്തിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾക്ക് നെഹമ്യാവ് ന്യായമായ പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് മുഖാന്തരമായി തീർന്നു. നെഹമ്യാവ് ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തു. ദൈവവചന പ്രകാരമുള്ള തീരുമാനങ്ങൾ അവിടെ പ്രാവർത്തികമാക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി. മാത്രമല്ല, ഈ പ്രതിസന്ധികളിൽ നെഹമ്യാവ് അഭിമുഖീകരിച്ച താൻ അവലംബിച്ച മനോഭാവങ്ങൾ ദൈവജനത്തിന്റെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് അത് കാരണമായി തീർന്നു. 5-ാം അധ്യായത്തിന്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നെഹമ്യാവിന്റെ ഒരു നിസ്വാർത്ഥമായ മാതൃക എന്താണ് എന്നുള്ളത് അവിടെ വ്യക്തമായ നിലയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ നെഹമ്യാവ് എന്താണ് ചെയ്തത്? ഇപ്പോൾ നെഹമ്യാവ് ആരാ ശരിക്ക്? ഈ യഹൂദദേശത്ത് താൻ ആ രാജ്യത്തിന്റെ ഗവർണറാണ്, അധിപനാണ്. എന്ത് കാര്യങ്ങളും തീരുമാനിക്കാനും ഏത് നിലയിൽ പ്രവർത്തിക്കാനുമുള്ള അധികാരം നെഹമ്യാവിനുണ്ട്. എന്നാൽ നെഹമ്യാവ് ചെയ്തത് എന്താ? ഇതിന് മുമ്പുണ്ട ഗവർണർമാരെക്കാൾ വ്യത്യസ്തനായിട്ട് താൻ ചെയ്തത് എന്താണ്? 14-ാം വാക്യത്തില് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അതിന്റെ അവസാന ഭാഗം: ഞാനും എൻ്റെ സഹോദരന്മാരും ദേശാധിപതിക്കുള്ള അഹോവൃത്തി വാങ്ങിയില്ല. ഈ നെഹമ്യാവ് ഏതാണ്ട് 12 വർഷം അവിടെ ഗവർണറായിട്ട് അല്ലെങ്കിൽ അധികാരിയായിട്ട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു. ഈ 12 വർഷവും തനിക്ക് ലഭിക്കേണ്ടിയിരുന്നതായ
അഹോവൃത്തി വാങ്ങാതെയാണ് താൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചത്. എന്താണ് അതിന് കാരണം? താൻ ദൈവത്തെയും ദൈവജനത്തെയും പ്രാമുഖ്യമുള്ളവരായിട്ട്, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് താൻ മുൻപോട്ട് പോയി. ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തു, ദൈവ മക്കൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തു. അവരെ മാനിക്കുവാൻ, അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരോട് ഏർപ്പെടുവാനൊക്കെ ഇടയായി തീർന്നപ്പോൾ അവരിലധികം ഭാരം ചുമത്താതെ നെഹമ്യാവ് തൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും ഭംഗിയായ നിലയിൽ നിർവഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവമക്കളെ, കർത്താവുമുള്ള സജീവ ബന്ധത്തിൽ മുൻപോട്ട് പോയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രയോ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഗവർണർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ദേശത്തിന്റെ അധികാരി എന്നുള്ള നിലയിൽ വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട്. മാത്രമല്ല, അവിടെ നാം വായിക്കുന്നത് വളരെ ചെലവുള്ള കാര്യങ്ങളുമാണ് താൻ നിവർത്തിച്ചുകൊണ്ട് പോന്നിരുന്നത്. 18-ാം വാക്യത്തിലേക്ക് കാണുമ്പോൾ എന്തെല്ലാം ചെലവാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് കാണുവാനായിട്ട് ഒരു സാധാരണ വ്യക്തിക്ക് നിർവഹിക്കുവാൻ കഴിയാത്ത അത്രമാത്രം ചെലവുള്ള കാര്യങ്ങളാണ് അവിടെ തൻ്റെ ഭവനത്തിൽ, അല്ലെങ്കിൽ ആ അധികാരിയുള്ള ബന്ധത്തിൽ നിർവഹിക്കേണ്ടിയിരുന്നത്. അതൊക്കെയും താൻ സ്വന്തം ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ തൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് ചെലവാക്കി തന്നെ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ദേശാധിപതിക്കുള്ള അഹോവൃത്തി വാങ്ങാതെ ഒരു ദേശാധിപതിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഉന്നതമായ നിലയിൽ നിർവഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. താൻ പറയാണ്, അതിനോട് ബന്ധപ്പെട്ട് ഇങ്ങനെയാണ് പറയുന്നത് 19-ാം വാക്യത്തിൽ, എൻ്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണം. അപ്പോൾ താൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തിനു വേണ്ടിയാണ്? ഈ ജനത്തിന്റെ നന്മയ്ക്കായിട്ട് ദൈവവുമായുള്ള സജീവ ബന്ധത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ദൈവമക്കളുള്ള ബന്ധത്തിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ ഈ നെഹമ്യാവിന് സാധിച്ചു. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നമുക്ക് എത്രമാത്രം ഫലകരമായി മുൻപോട്ട് പോകാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട് എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് ഇടയായിട്ടെ. നമ്മുടെ കൂട്ട സഹോദരന്മാരുടെ ബന്ധത്തിൽ, അല്ല മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമുക്ക് എത്രമാത്രം ആ നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ, ഈ നാളുകളിൽ കൂടുതൽ പ്രയോജനകരമായി ഫലകരമായി ജീവിപ്പാനൊക്കെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിൻ്റെ 6-ന്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഈ മതിലുപണി വളരെ ദീർഘമായ, വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ വൈഷമ്യകരമായ അനുഭവങ്ങൾ കൂടെയാണ് നിർവഹിച്ചതെങ്കിലും ഞാൻ ആ പ്രാരംഭത്തിൽ വായിച്ചതുപോലെ അവർ വളരെ ഉത്സാഹമുള്ളവരായി, അവരുടെ ഹൃദയം പൂർണ്ണമായിട്ട് അവർ കർത്താവിന് വേണ്ടി കൊടുത്തുകൊണ്ടാണ് ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഈ പണിയിൽ മുൻപോട്ട് പോകാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ മതില് 52 ദിവസം പണിത് ഏലുൽ മാസം 25-ാം തീയതി തീർത്തു. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികളാകെ ഭയപ്പെട്ടു. അസംഭവ്യമെന്ന് വിചാരിച്ച ഒരു സംഭവം നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. യെരുശലേമിന്റെ മതിലുപണി പൂർണ്ണമായിട്ടും നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴെന്താ സംഭവിച്ചത്? ഈ ജാതികളൊക്കെയും ഇതൊന്നും നടക്കിയാൽ, ആരംഭത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഒരു കുറുക്കൻ കയറിയാൽ അത് ഇടിഞ്ഞു വീഴുമെന്നൊക്കെ പറഞ്ഞ ആളുകളാണ്. അവർക്കെന്താ സംഭവിച്ചത്? അവർ ജാതികളാകെ ഭയപ്പെട്ടു. ഈ പണി എത്രയും വേഗം പുരോഗമിച്ച് ഇത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കുവാൻ ഇടയായതിന് ജാതികൾ പോലും ഭയപ്പെട്ടു. ദൈവമക്കളെ, ദൈവത്തിന്റെ പ്രവൃത്തി എത്ര ഉന്നതമാണ്! നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും ഭയപ്പെടുവാൻ്റെ കാരണമായി തീരുന്ന നിലയിലാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്! അവന്റെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം. അതിന്റെ താഴെ നാം വായിക്കുന്നു, അവർ തങ്ങൾക്ക് തന്നെ അല്പരായി തോന്നി. ആര്? ഈ ശത്രുക്കൾക്ക് തങ്ങൾ തന്നെ അല്പരായി തോന്നി. ഈ നെഹമ്യാവിന് മുമ്പിൽ ദൈവത്തെ പൂർണ്ണമായ നിലയിൽ സ്നേഹിച്ച് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോകുന്ന നെഹമ്യാവിന് മുമ്പിൽ അവർ വളരെ നിസ്സാരന്മാരായി തോന്നി. ആരംഭത്തിൽ വളരെ ശൂരത്വത്തോടുകൂടിയാണ് അവർ ഇതിനെതിരായിട്ട് നിന്ന്. എന്നാൽ ഇപ്പോൾ അവർ ഭയപ്പെട്ടു, അവർ അമർന്നു, അവർക്ക് യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നു. മാത്രമല്ല, അതിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്നവർ ഗ്രഹിച്ചു. ആര്? ജാതികൾ, ചുറ്റുമുള്ള ജാതികൾ, അല്ലെങ്കിൽ ശത്രുക്കൾ, അല്ലെങ്കിൽ സൻബല്ലത്ത്, തോബിയാവ്, അവർക്കൊക്കെ തങ്ങൾ അല്പന്മാരായിട്ട് തോന്നി. ദൈവസന്നിധിയിലെ ദൈവത്തിന്റെ ശക്തി എത്രയോ വലുതാണെന്നുള്ളത് അവർക്ക് ഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവമക്കളെ, നാം സേവിക്കുന്ന ദൈവം ആരാണ്? വലിയവനാണ്. അവന്റെ കരങ്ങളിൽ ആശ്രയിച്ചാൽ നമുക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. അവന്റെ മുഖത്തേക്ക് നോക്കിയവരെ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവമാണ് നമ്മോട് കൂടെ ഉള്ളത്. ആ ബലമുള്ള കരങ്ങളിൽ ആശ്രയിക്കാം. ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. നമുക്ക് ഏകാഗ്രതയോടുകൂടെ, ശുഷ്കാന്തിയോടുകൂടെ, ഏകചിന്തയോടുകൂടെ, ഐക്യതയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിപ്പാൻ ഇടയായി തീർന്നാൽ, നമ്മൾ ഓരോരുത്തർക്കും അവരുടേതായ ശുശ്രൂഷകൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകാൻ ഇടയായി തീർന്നാൽ നമുക്ക് അനുഗ്രഹീതമായ നിലയിൽ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം, വ്യക്തിപരമായ ജീവിതം, കുടുംബജീവിതം, അതുപോലെ തന്നെ സഭാജീവിതം ഒക്കെ ധന്യമായി മുൻപോട്ട് പോകാനായിട്ട് മുഖാന്തരമായി തീരും. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. 633-ാമത്തെ പാട്ടിന്റെ അവസാനത്തെ ഭാഗം നാം ഇങ്ങനെയാണ് പാടുന്നത്. പോരുകൾ സഹിച്ചും വൈരിയെ ജയിച്ചും വാരിതിൽ തിരുനാമം
ഘോഷിപ്പാൻ ചേരുവിനതിമോദം പോരുകൾ സഹിച്ചും വൈരിയ ജയിച്ചും പാരിതിൽ തിരുനാമം ഘോഷിപ്പാൻ ചേരുവിനതിമോദം ഭിന്നത വെടിയ ഒന്നാകാം ഭിന്നത വെടിയാമൊന്നാകാം ഉന്നത ചിന്തയോടുണർന്നിടാം മന്നവനെ നമുക്കെതിരേൽക്കാം മന്നവനെ നമുക്കെതിരേൽക്കാം യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട നാം അവൻ ദാസർ വസിച്ചിടാം. ഈ നാമം ഇന്നേക്കും വാഴ്ത്തപ്പെടുന്നതാണ്.